നിസ്വാർത്ഥ സേവനത്തിന്റെ പാത എന്നും അറിയപ്പെടുന്ന കർമ്മയോഗ ഫലങ്ങളോട് യാതൊരു ബന്ധവുമില്ലാതെ ഒരാളുടെ കർത്തവ്യങ്ങളും പ്രവർത്തനങ്ങളും നിർവഹിക്കുന്നതിന് ഊന്നൽ നൽകുന്ന ഹിന്ദു തത്വചിന്തയിൽ നിന്നുള്ള ഒരു ആശയമാണ്. ആഗ്രഹിച്ച ഫലങ്ങളാൽ നയിക്കപ്പെടുന്നതിനുപകരം ചെയ്യുന്ന പ്രവൃത്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇത് നമ്മെ പഠിപ്പിക്കുന്നു. നിസ്വാർത്ഥത, അകൽച്ച, കർത്തവ്യബോധം എന്നിവ വളർത്തിയെടുക്കാനുള്ള കഴിവിലാണ് കർമ്മയോഗയുടെ പ്രാധാന്യം. നിസ്വാർത്ഥ സേവനം പരിശീലിക്കുന്നതിലൂടെ നമ്മുടെ അഹംഭാവത്തെ മറികടക്കാനും മറ്റുള്ളവരുടെ പ്രയോജനത്തിനായി പ്രവർത്തിക്കാനും നമ്മൾ പഠിക്കുന്നു. ആത്യന്തികമായി വ്യക്തിത്വ വളർച്ചയിലേക്കും ആത്മീയ വികാസത്തിലേക്കും നയിക്കുന്നു. നമ്മുടെ പ്രവർത്തനങ്ങളോടും അവയുടെ അനന്തരഫലങ്ങളോടും ഉത്തരവാദിത്തബോധം വളർത്തിയെടുക്കാനും കർമ്മയോഗ സഹായിക്കുന്നു. നമ്മുടെ ഉദ്ദേശ്യങ്ങളെക്കുറിച്ചും നമ്മുടെ പ്രവർത്തനങ്ങളുടെ സ്വാധീനത്തെക്കുറിച്ചും ശ്രദ്ധാലുവായിരിക്കാൻ ഇത് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നു. ധാർമ്മിക പെരുമാറ്റവും സമൂഹത്തിന് നല്ല സംഭാവനകളും പ്രോത്സാഹിപ്പിക്കുന്നു. സാരാംശത്തിൽ, കർമ്മയോഗ പരിശീലിക്കുന്നത് നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ അർത്ഥവും ലക്ഷ്യവും കണ്ടെത്താനും സംതൃപ്തിയും വളർത്താനും അനുവദിക്കുന്നു. സ്വയം കേന്ദ്രീകൃതമായ മാനസികാവസ്ഥയെ മറികടക്കാനും മറ്റുള്ളവരെ നിസ്വാർത്ഥമായി സേവിക്കുന്നതിന്റെ സന്തോഷം കണ്ടെത്താനും ഇത് നമ്മെ സഹായിക്കുന്നു. അർജുന ഉവാച. ശ്ലോകം 1. അർജുനൻ: ഓ ജനാർദ്ദന, അറിവ് പ്രവൃത്തിയേക്കാൾ വലുതാണെന്ന് അങ്ങ് പറഞ്ഞല്ലോ, പിന്നെന്തിനാണ് ഈ ഘോരയുദ്ധം നടത്താൻ എന്നോട് ആവശ്യപ്പെടുന്നത്? ഈ ശ്ലോകത്തിൽ കർമ്മയോഗം അഥവാ നിസ്വാർത്ഥ സേവനം എന്ന ആശയം ചർച്ച ചെയ്യപ്പെടുന്നു. പ്രവൃത്തിയേക്കാൾ അറിവാണ് പ്രധാനമെന്ന് തോന്നുമ്പോൾ എന്തിനാണ് യുദ്ധത്തിൽ പങ്കെടുക്കേണ്ടതെന്ന് പ്രധാന കഥാപാത്രമായ അർജുനൻ ഭഗവാൻ കൃഷ്ണനോട് ചോദിക്കുന്നു. ശ്രീകൃഷ്ണന്റെ പ്രതികരണം ചിന്തോദ്ദീപകമാണ്. അറിവ് തീർച്ചയായും പ്രധാനമാണെങ്കിലും അത് സ്വന്തമായി പര്യാപ്തമല്ലെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. ഒരാളുടെ ഉത്തരവാദിത്തങ്ങൾക്കനുസൃതമായി നടപടിയെടുക്കുന്നതിന്റെ പ്രാധാന്യം അദ്ദേഹം ഊന്നിപ്പറയുന്നു. ഈ സാഹചര്യത്തിൽ ഒരു യോദ്ധാവെന്ന നിലയിൽ അർജുനന്റെ കടമ നീതിക്കുവേണ്ടി പോരാടുകയും നീതിയെ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുക എന്നതാണ്. കൃഷ്ണൻ അർജുനനെ നിസ്വാർത്ഥ പ്രവർത്തനത്തിന്റെ പാത സ്വീകരിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നു. ശരിയായ ഉദ്ദേശത്തോടും മനോഭാവത്തോടും കൂടി ചെയ്യുന്ന പ്രവൃത്തി വ്യക്തിഗത വളർച്ചയ്ക്കും ആത്മീയ വികാസത്തിനും ശക്തമായ ഒരു ഉപകരണമായി മാറുമെന്ന് അംഗീകരിക്കുന്നു. അർജുനന്റെ സംശയങ്ങളെ മറികടക്കാനും അവന്റെ കർത്തവ്യബോധവുമായി അവന്റെ പ്രവർത്തനങ്ങളെ വിന്യസിക്കാനും അവൻ വഴികാട്ടുന്നു. ഫലങ്ങളോട് ആസക്തി കൂടാതെ ഒരാളുടെ കർത്തവ്യങ്ങൾ നിർവഹിക്കുക എന്ന ആശയം പ്രോത്സാഹിപ്പിക്കുന്നു. ചുരുക്കത്തിൽ, അറിവ് പ്രധാനമാണെങ്കിലും അത് പ്രവർത്തനവുമായി സംയോജിപ്പിച്ച് ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റേണ്ടത് അനിവാര്യമാണെന്ന് ഭഗവാൻ കൃഷ്ണൻ അർജുനനെ ഉപദേശിക്കുന്നു. നിസ്വാർത്ഥവും വേർപിരിയുന്നതുമായ മനസ്സോടെ അങ്ങനെ ചെയ്യുന്നതിലൂടെ ഒരാൾക്ക് ആത്മീയ പ്രബുദ്ധതയുടെ പാതയിൽ മുന്നേറാൻ കഴിയും. നിസ്വാർത്ഥ സേവനത്തിന്റെ പാത എന്നും അറിയപ്പെടുന്ന കർമ്മയോഗ ഫലങ്ങളോട് യാതൊരു ബന്ധവുമില്ലാതെ ഒരാളുടെ കർത്തവ്യങ്ങളും പ്രവർത്തനങ്ങളും നിർവഹിക്കുന്നതിന് ഊന്നൽ നൽകുന്ന ഹിന്ദു തത്വചിന്തയിൽ നിന്നുള്ള ഒരു ആശയമാണ്. ആഗ്രഹിച്ച ഫലങ്ങളാൽ നയിക്കപ്പെടുന്നതിനുപകരം ചെയ്യുന്ന പ്രവൃത്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇത് നമ്മെ പഠിപ്പിക്കുന്നു. നിസ്വാർത്ഥത, അകൽച്ച, കർത്തവ്യബോധം എന്നിവ വളർത്തിയെടുക്കാനുള്ള കഴിവിലാണ് കർമ്മയോഗയുടെ പ്രാധാന്യം. നിസ്വാർത്ഥ സേവനം പരിശീലിക്കുന്നതിലൂടെ നമ്മുടെ അഹംഭാവത്തെ മറികടക്കാനും മറ്റുള്ളവരുടെ പ്രയോജനത്തിനായി പ്രവർത്തിക്കാനും നമ്മൾ പഠിക്കുന്നു. ആത്യന്തികമായി വ്യക്തിത്വ വളർച്ചയിലേക്കും ആത്മീയ വികാസത്തിലേക്കും നയിക്കുന്നു. നമ്മുടെ പ്രവർത്തനങ്ങളോടും അവയുടെ അനന്തരഫലങ്ങളോടും ഉത്തരവാദിത്തബോധം വളർത്തിയെടുക്കാനും കർമ്മയോഗ സഹായിക്കുന്നു. രണ്ട് വഴികളും ആത്മാർത്ഥമായും ശരിയായ മാനസികാവസ്ഥയോടെയും പരിശീലിക്കുമ്പോൾ ആത്യന്തികമായി ആത്മീയ വളർച്ചയ്ക്കും സാക്ഷാത്കാരത്തിനും കാരണമാകുമെന്ന് കൃഷ്ണൻ അർജുനൻ ഉറപ്പു നൽകുന്നു. തന്റെ സ്വഭാവവുമായി പ്രതിധ്വനിക്കുന്ന പാത തിരഞ്ഞെടുക്കാനും അത് സ്ഥിരതയോടെ പിന്തുടരാനും അദ്ദേഹം അർജുനനെ പ്രോത്സാഹിപ്പിക്കുന്നു. സാരാംശത്തിൽ, ഭഗവാൻ കൃഷ്ണന്റെ ഉപദേശം പൊരുത്തമില്ലാത്തതല്ല, മറിച്ച് മനുഷ്യപ്രകൃതിയുടെ വൈവിധ്യത്തെ അംഗീകരിക്കുകയും വ്യക്തിഗത മുൻഗണനകൾക്ക് അനുസൃതമായി ഒന്നിലധികം പാതകൾ നൽകുകയും ചെയ്യുന്നു. ആത്യന്തിക ലക്ഷ്യം ഒന്നുതന്നെയാണ്: ആത്മീയ പ്രബുദ്ധതയും ദൈവവുമായുള്ള ഐക്യവും. ശ്രീഭഗവാനുവാച. ശ്ലോകം 3. ശ്രീകൃഷ്ണൻ: ശുദ്ധമായ ഹൃദയത്തിലേക്കുള്ള രണ്ട് വഴികൾ, ആത്മീയജ്ഞാനത്തിന്റെ അവബോധമാർഗവും നിസ്വാർത്ഥ സേവനത്തിന്റെ സജീവമായ പാതയും ഞാൻ ആദ്യകാലത്ത് പ്രഖ്യാപിച്ചു. ശുദ്ധഹൃദയമുള്ള വ്യക്തികൾക്കായി കാലത്തിന്റെ തുടക്കത്തിൽ താൻ രണ്ട് വഴികൾ അവതരിപ്പിച്ചുവെന്ന് ഭഗവാൻ കൃഷ്ണൻ പ്രഖ്യാപിക്കുന്നു: ആത്മീയജ്ഞാനത്തിന്റെയോ അറിവിന്റെയോ പാത, നിസ്വാർത്ഥ സേവനത്തിന്റെയോ പ്രവർത്തനത്തിന്റെയോ പാത. ആത്മീയജ്ഞാനത്തിന്റെ അല്ലെങ്കിൽ ജ്ഞാനയോഗയുടെ അവബോധജന്യമായ പാത എന്നറിയപ്പെടുന്ന ആദ്യ പാതയിൽ തന്റെയും ലോകത്തിന്റെയും യഥാർത്ഥ സ്വഭാവത്തെക്കുറിച്ചുള്ള അറിവും ധാരണയും ഉൾപ്പെടുന്നു. ഇത് ധ്യാനം, ആത്മീയ പ്രബുദ്ധത നേടുന്നതിനുള്ള ആത്മാന്വേഷണം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ആത്മപരിശോധനയ്ക്കും ആഴത്തിലുള്ള ദാർശനിക അന്വേഷണത്തിനും ചായ്വുള്ള വ്യക്തികൾക്കുള്ളതാണ് ഈ പാത.
നിസ്വാർത്ഥ സേവനത്തിന്റെ സജീവമായ പാത അല്ലെങ്കിൽ കർമ്മയോഗ എന്നറിയപ്പെടുന്ന രണ്ടാമത്തെ പാത നിസ്വാർത്ഥമായും ഫലങ്ങളോട് അറ്റാച്ച് ചെയ്യാതെയും പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിൽ ഊന്നിപ്പറയുന്നു. സേവന മനോഭാവത്തോടെയും അനുകമ്പയോടെയും ഒരാളുടെ നിയുക്ത ചുമതലകളിലും ഉത്തരവാദിത്തങ്ങളിലും ഏർപ്പെടുന്നത് ഇതിൽ ഉൾപ്പെടുന്നു. പ്രവർത്തനത്തിൽ ചായ്വ് ഉള്ളവർക്കും മറ്റുള്ളവരെ സേവിക്കാൻ സ്വാഭാവിക ചായ്വ് ഉള്ളവർക്കും ഈ പാത അനുയോജ്യമാണ്.